ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉള്ളിത്തണ്ട് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിയായ തോരൻ ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് വശം ആദ്യം ഇതുപോലെ മുറിച്ച് കളയണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ആദ്യം കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പകുതി അരക്കപ്പ് തേങ്ങയാണ്. പിന്നെ പകുതി ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 4 വെളുത്തുള്ളിയാണ്. നമുക്കിനി ഇതുപോലെ ഒരു ഉരുളി വെച്ച് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാനിപ്പോൾ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തേ. ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ബാക്കി മസാലയിൽ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പകുതി ഉള്ളിയാണ്. നമ്മുടെ ഉള്ളിത്തണ്ടായതുകൊണ്ട് കൂടുതൽ ഉള്ളിയൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വഴഞ്ഞ് വന്നാൽ മതി കേട്ടോ, കൂടുതലായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം കഴുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും അധികമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഉള്ളിത്തണ്ടിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടാവും, എന്നാലും ഒരല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലായിടത്തും ആകുന്നത് വരെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊക്കെ വെന്തിട്ടിട്ടുണ്ട്. ഞാനൊരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഉള്ളിത്തണ്ടൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഇനി വറുത്തെടുക്കണം. മുട്ടൻ്റെ ഇതൊക്കെ ഇതാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി തോരൻ റെഡിയായി കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.